ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെറിയൊരു ഡിഫറെന്റ് ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ടേക്ക് എ പീസ് ഓഫ് പേപ്പർ. നമ്മളൊരു ചെറിയ പേപ്പർ പീസ് എടുക്കുന്നു, ഫോൾഡ് ഇറ്റ് ഫ്രം ബോത്ത് സൈഡ്സ്. രണ്ട് വശത്ത് നിന്നും ഈ പേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോൾഡ് ചെയ്യണം. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പുട്ട് ഗം ആൻഡ് ജെന്റ്ലി പ്രസ് ഇറ്റ്. ഇതിന്റെ ഇടക്ക് കുറച്ച് ഗമ്മൊക്കെ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്യും. Then fold it from one end. നമ്മളൊരു ഭാഗത്ത് നിന്നും ഇതിനെ നമ്മൾ ഫോൾഡ് ചെയ്യുകയാണ്. Again fold it like this. ഇതുപോലെ നിങ്ങൾ ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഫോൾഡ് ചെയ്യാം. Again fold like this from both ends. ഇതുപോലെ രണ്ട് വശത്ത് നിന്നും നിങ്ങൾ ഫോൾഡ് ചെയ്യാം. Now the bag is ready. നിങ്ങൾക്കിപ്പോ ഒരു ക്യാരി ബാഗ് നിങ്ങളെ കയ്യിൽ റെഡിയാണ്. ജസ്റ്റ് ഒരു പ്രോസസ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. നമ്മൾ അതിൻ്റെ ക്ലാരിറ്റിയെ പറ്റി നിങ്ങൾ വറീഡ് ആവണ്ട. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്യാരി ബാഗ് ഉണ്ടാക്കുക എന്നതിനുള്ള നിർദ്ദേശമാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഈ സ്ലൈഡിലൊന്ന് വായിക്കുക. ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം അത്രയും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, ഫോൾഡ് ഇറ്റ് ഫ്രം ബോത്ത് സൈഡ്സ്. നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇതിനെ ഫോൾഡ് ചെയ്യുന്നു. നേരത്തെ കാണിച്ചതുപോലെ ഫോൾഡ് ചെയ്യുക. ദെൻ ഫോൾഡ് ഇറ്റ് ഫ്രം വൺ എൻഡ്. പിന്നെ ഒരു അറ്റത്ത് നിന്ന് നമ്മൾ ഫോൾഡ് ചെയ്യുന്നു. ദെൻ ഫോൾഡ് ലൈക്ക് ദിസ്. ദെൻ പുട്ട് ഗം, press it gently, and bag is ready for you. ഒരു ബാഗ് ഉണ്ടാക്കാൻ ഇത്രയും പണിയുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറി നോക്കുക. എത്ര ആക്ഷൻ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതില് റെഡിങ്ങിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഓരോ ആക്ഷൻ വേർഡ്സ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ബട്ട് സ്റ്റിൽ ഐ ആം റിവൈസിങ് ഇറ്റ് ജസ്റ്റ് ടു imprint it in your mind so that the language will come to you automatically and naturally, effortlessly as well. അതിനുവേണ്ടി ഞാൻ ഒരു പ്രാക്ടീസ് എന്നുള്ള ആൾക്ക് വീണ്ടും അത് റിവൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ഒരുപാട് പ്രോസസ്സുകൾ ഇതുപോലെ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങളെ മുമ്പിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നൽകി കഴിഞ്ഞു. ഈ നിങ്ങളെ മുമ്പിൽ കാണുന്ന ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ചേഞ്ച് ഇൻ ടു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്യും. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് പെൻ, ജസ്റ്റ് റൈറ്റ് ഇറ്റ്. എന്താ ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ക്യാൻ യു പ്ലീസ് എന്ന ഇത് ഓരോ ഇൻസ്ട്രക്ഷന്റെ മുമ്പിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ, ക്യാൻ യു പ്ലീസ് ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, ഓർ കുഡ് യു പ്ലീസ് ടേക്ക് എ പീസ് ഓഫ് പേപ്പർ. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇതുപോലെ ആഡ് ചെയ്തു പോകുന്നു. നമ്മളിപ്പോ റിക്വസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെന്റ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി പ്രോസസ്. ബട്ട് ദ ഓൺലി വൺ കണ്ടീഷൻ ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഓൾസോ ഇൻ സ്പീക്കിംഗ്. ഇത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഡെയിലി പ്രാക്ടീസ് വിൽ ഹെൽപ്പ് യു improve your language day by day. Okay, so that's all. Thank you. അപ്പൊ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്ത് ഒന്ന് കാണിക്കണേ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റിലൊക്കെ ഒന്ന് എഴുതിയിട്ടാൽ അതിന്റെ ഒന്നോ രണ്ടോ സാമ്പിൾസ് എങ്കിലും എഴുതിയിടുക. ജസ്റ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.